സങ്കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ആമിഴിയിൽ ജലധാരകൾ, കടൽ പോലെ അനുരാഗങ്ങൾ. ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തോന്നും ഇതന്നെയാ നമ്മുടെയൊക്കെ ജീവിതം. കാലത്തേക്കുള്ളിലെന്തായി തീരണമെന്ന് നിശ്ചയില്ലാത്ത ഇരുമ്പ് കഷ്ണം നമ്മൾ. ആ നമ്മളെ ദൈവമെന്ന് പറയുന്ന പെരുങ്കൊല്ലൻ സങ്കടത്തീയിലിട്ട് ഊതി പഴുപ്പിച്ച് പരുവപ്പെടുത്തിയെടുക്കും. പണി തീരുമ്പോഴായിരിക്കും നമ്മളറിയുക ഒരായുഷ്കാലം കൊണ്ട് പരുവപ്പെടുത്തിയെടുത്ത ജീവിതം പണിക്കുറ്റങ്ങളും കുറവുകളും മാത്രമുള്ള ഒരു പാഴുരുപ്പടിയായിപ്പോയി. പക്ഷെ നമ്മളതറിയുമ്പോഴേക്കും പണി തീർന്നുണ്ടാവും. ആരുടെ പണി? നമ്മുടെ പണി. കുറച്ച് ദിവസം മുമ്പ് നീ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നിയത് നാട്ടിലെന്തോ വേണ്ടാതീനെ ഒപ്പിച്ചിട്ട് മാറി നിൽക്കാൻ ഇടത്താവളം കയറി വന്ന ഒരു കുരുത്തം കെട്ടോന്നാ. പിന്നെ തോന്നി ജീവിക്കാനൊരു പണി അന്വേഷിച്ച് വന്ന ഒരു പട്ടിണിക്കാരെന്ന്. ഒടുക്കാ മനസ്സിലായത് ആലപ്പണിക്ക് വന്ന പരദേശി, മനസ്സിൽ തന്നെ പൊള്ളുന്നൊരാലയുള്ള പാവത്താനാണ്. പാവത്താൻ? ഏതർത്ഥത്തില് രാഘവേട്ടൻ എന്നെ എങ്ങനെ മനസ്സിലാക്കിയത്? 13 കൊല്ലം ഈ പാവത്താൻ ജയിലിൽ കിടന്നത് ചെയ്യാത്ത കുറ്റത്തിനല്ല. പിന്നെ ജയിലിൽ നിന്നിറങ്ങി 10 കൊല്ലത്തോളം അലഞ്ഞത് ഞാൻ മൂലം കരയേണ്ടി വന്നവരുടെ കണ്ണിൽ പെടാതിരിക്കാനാ. ഒന്ന് കണ്ട് മാപ്പ് പറയാൻ പോലും മനസ്സില്ലാത്ത ഒരുവന്റെ ഒളിച്ചോട്ടം. ഞാനാണോ രാഘവേട്ട പാവത്താൻ? ഒരുപാട് മൂർച്ച കൂട്ടണ്ട, ഒടുക്കം ചെറിയ തേഞ്ഞ് ഒന്നിനും പറ്റാണ്ടാവും. നിന്റെ ഉള്ളിലെ ഈ ആലച്ചൂടിന് കാരണം കുറ്റബോധാണോ? പറ്റിപ്പോയതിൽ പശ്ചാത്തപിക്കുക തന്നെ നല്ല മനസ്സിൻ്റെ ലക്ഷണം. എൻ്റെ ഉള്ളിലുള്ളത് കുറ്റബോധമാണെന്ന് തറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റില്ല രാഘവേട്ട. പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ, നല്ല കാലം മുഴുവൻ ജയിലിൽ കഴിച്ചു കൂട്ടിയതിൻ്റെ അമർഷം, തിരിച്ചറിയുന്നവരൊക്കെ നേരിടാനുള്ള പേടി, ഇതൊക്കെ സ്വാർത്ഥത കൊണ്ടും ഭീരുത്വം കൊണ്ടും മാത്രം സംഭവിക്കുന്നതാ. ആ നിലയ്ക്ക് ഞാൻ ദുഷ്ടം തന്നെ രാഘവേട്ട, ആളെ കൊല്ലാൻ മടിയില്ലാത്ത നീചൻ. നീ ഇങ്ങനെ തന്നെത്താൻ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പോടില്ല, അവരൊന്നും കാണാനും പോടില്ല. ആ നിലയ്ക്ക് കഴിഞ്ഞതൊക്കെ മുജ്ജമ്മത്തിൽ നടന്നതാന്ന് വിചാരിച്ച് സമാധാനിക്കുക. എൻ്റെ നന്ദ, നീ നിന്റെ മനസ്സും തണുപ്പിക്കണോ. ഞാനിതെവിടെ നോക്കിട്ട് ഓരോന്ന് ചെയ്യണേ, ഒരു ശ്രദ്ധയില്ലാണ്ട്. അതെങ്ങനെയാ? എല്ലാത്തിനും ഞാൻ തന്നെ വേണമല്ലോ. ആരതിയേ, അശ്വതിയോ, ഹോ, ഒരു സഹായത്തിന് വിളിച്ചാൽ ഓരോരുത്തർക്ക് പഠിപ്പായി, പാട്ടായി, നനയ്ക്കലായി. അടുക്കളയിലേക്കൊന്ന് കേറി നോക്കണത് ഊണ് കാലായി എന്നറിയാൻ മാത്ര. ഒരു മാറ്റാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഒക്കെ പഠിച്ചോളൂ. ഇത്തിരി ഗർവുള്ള അമ്മായിമാരാണെങ്കിലേ എന്റെ മക്കള് ശരിക്കും പഠിച്ചോളൂ. ഞാൻ ഈ മുളക് പൊടി ഏത് പാതാളത്തിലെ കൊണ്ട് വെച്ചിരിക്കണേ? കിട്ടി. ഒന്നും വെച്ചെടുത്ത് കാണില്ല അച്ഛാ. ഓ, കഷ്ടം തീരെയും ചെയ്തിരിക്കണു. ഇനിയിപ്പൊ മുളക് പൊടിക്ക് എന്താ ചെയ്യാ? അടുപ്പത്തുള്ളതാണെങ്കിൽ ഇപ്പൊ തിളച്ചു പോവുകയും ചെയ്യും. എടി അശ്വതിയെ, നീ എന്തിനാണ് പാട്ട് നിർത്തിയത്? അപ്പൊ എനിക്ക് പഠിക്കണ്ടേ? നീ വേറെ എവിടെങ്കിലും പോയിരുന്ന് പഠിക്ക്. ചേച്ചി വേറെ എവിടെങ്കിലും പോയി പാട്ട് കേട്ടോ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിലും കരുതയൊക്കെ പാട്ട് കേൾക്കണ ഇഷ്ടമല്ലല്ലോ. ഇത് ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീ പൊടി. ഓ, തുടങ്ങിയോ രണ്ടാളും കൂടെ? നിങ്ങൾക്കിത് എന്തിന്റെ അസുഖം എന്റെ കുട്ടികളെ? കീരിയും പാമ്പും പോലെ. അമ്മ ഞാനല്ല, ചേച്ചിയാ. മതി മതി മതി, എനിക്കറിയാം. എന്റെ മക്കളെ എനിക്കറിഞ്ഞൂടെ. അനന്തം പോകുമ്പം ഞാൻ പറയാൻ മറന്നു, മോള് ചെന്ന് ആ ഭാസ്കറിന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. അമ്മ എനിക്ക് പഠിക്കണം.
എന്നാ പിന്നെ മോള് പോയിട്ട് വാ. അമ്മ, എനിക്ക് പശുവിന് വൈക്കോലിട്ട് കൊടുക്കണം, പാത്രങ്ങൾ കഴുകണം, കറിക്കരിയണം, ആനന്ദേട്ടന്റെ മുണ്ട് ഷർട്ടും ഇസ്തിരിക്കിടണം, ഓട്ടുവിളക്ക് തുടയ്ക്കണം, പിന്നെ തിരി തെരയ്ക്കണം, പിന്നെ അയ്യോ, നീ അവന്റെ മുണ്ട് ഷർട്ട് ഇസ്തിരി കിട്ടില്ലേ? അവൻ ഇന്ന് എവിടേക്കോ പോണെന്ന് പറഞ്ഞതാ. അതിനെങ്ങനെയാ ഈ കൈയൊന്നൊഴിയണ്ടേ? Have you ever been punished for a wrong which you did not commit? And it is ഇപ്രാവശ്യം എക്സാമിന് മാർക്ക് കമ്മിയാവട്ടെ, ഞാൻ കാണിച്ചു തരണുണ്ട്. എന്തൊരു മഴയായിരുന്നു എന്റെ രാധേ. വേണുവേട്ടന് സാധനങ്ങൾ പിന്നെ വാങ്ങാന്ന് വെച്ച് മഴ വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നൂടായിരുന്നോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാധേ, എന്റെ 3 മക്കളും സുന്ദരിയായ ഭാര്യയും വെറുതെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഓ പിന്നെ, അല്ലെങ്കിലേ ഞാനേ ആ തോട്ടത്തിലെ മാധവനെ പോലെ കിട്ടിയ കാശിന് കള്ളും കുടിച്ച് 4 കാലില് വന്നോളാം. കൊല്ലി ഞാൻ. എങ്ങനെ കാണട്ടെ. കുട്ടികൾ ഉറങ്ങിട്ടില്ല. കണ്ടോ അമ്മ ആകെ വിഷമിച്ചത് നീ കാരണം. അയ്യടാ, ചേച്ചിയാ കാരണം. ചേച്ചിക്ക് പോവല്ലോ കടയില്. ഒന്നും തന്നാലുണ്ടല്ലോ. വേണ്ട പൊടി ഇവിടുന്ന്. അമ്മ ഇതെങ്ങോട്ടാ? ഞാൻ ആ ഭാസ്കറിന്റെ കടയിലേക്കാടാ. അപ്പൊ അവരില്ലേ ഇവിടെ? അശ്വതി ആയിരുന്നീം? അവരൊക്കെ വലിയ തിരക്കിലല്ലേ. എന്നാ ഞാൻ പോയിട്ട് വരാമേ. വേണ്ട, മോൻ പോയിക്കോ, അമ്മ പോയിട്ട് വരാം. നിനക്കിന്ന് പുതിയ വർക്കിന്റെ പ്ലാൻ കൊടുക്കാനുള്ളതല്ലേ? ആ മോനെ, നിനക്ക് ഫ്ലാസ്കിൽ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം. വരുന്നുണ്ടൊരൊറ്റക്കയ്യെ. അതെന്താ കുട്ടപ്പേട്ടൻ അങ്ങനെ പറഞ്ഞേ? അതെന്താന്നറിയോ? തമാശ പറയല്ല. ഇയാളുടെ ഇടത്തെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച വാങ്ങിയവന്റെ കാര്യം പോക്കാന്നറിയാലോ. എന്നിട്ട് എന്തു പറ്റി? എന്തു പറ്റീന്നോ? കഴിഞ്ഞ മാസം ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച കാതർക്ക ഈ മാസം ഉണ്ടോ? ഇല്ല. പട്ടിപ്പടിക്കൽ വെച്ച് ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച പരമുനായരുടെ കയ്യേ പടക്കം പൊട്ടി പോയില്ലേ? ഈ കഴിഞ്ഞ ആഴ്ച ചായപ്പറ്റ് മുഴുവൻ ഇയാളുടെ ഇടത്തെ കൈ കൊണ്ട് വാങ്ങിച്ച ഞാൻ വീട്ടിൽ ചെന്നപ്പം പാരി ഞാനും പൊരിഞ്ഞടി. ഒന്നും വേണ്ട, കഴിഞ്ഞ ദിവസം കള്ളുകാശ് കവലേന്ന് വഴക്കിട്ട് വാങ്ങിച്ച ഷാപ്പുകാരൻ ദിവാകരൻ ഇപ്പൊ തൂറ്റിൽ പിടിച്ച് കിടപ്പാ. ഇനിയുണ്ട് കഥകള്. നീ എന്താടാ കുട്ടപ്പ കഥകളി പറയാ? അയ്യോ, നമ്മളൊരു പാവം കളരിയാണേ. കളരിയോ? നീ കളരിയാണെങ്കിലേ ഞാൻ കുൽഫുവാടാ. ആ നീ ഒരു സ്ട്രോങ് കൊണ്ടുവരാ. സ്ട്രോങ് അല്ല കുട്ടപ്പ, നല്ല ഉഗ്രനാ. ഇവൻ അകത്ത് ചെന്നാലേ ചേട്ടനൊരു പുലിയോ.
ഇപ്പൊ കൊണ്ടുവരാം. രാവിലെ തന്നെ തിന്ന്. കൂട്ടപ്പോ ഓ നീ ഇപ്പൊ തന്ന ആള് ഒരു പുല്ലേന്റെ ആട് കേട്ടോ. എന്നാ പിടിച്ചോ നിന്റെ കാശ്. വേണ്ട 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 വേണ്ട, ഞാനിത് കൊന്നാലും വാങ്ങൂല. കണ്ട 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 അവൻ എന്നോടുള്ള സ്നേഹം. കൂട്ടപ്പ നീ ഒരു കാര്യം ചെയ്യ, ഒരു സ്ട്രോങ് കൂടെ താ. ഏത്? ഞാനിപ്പോ പുലിയാണല്ലോ, ഇനി ഒരു പുലി ആയിക്കോട്ടെ, എന്താ? അത് ശരി. എടാ നീ ഇനിയും ചിരിക്കടാ. കുട്ടപ്പന്റെ ഈ കുടം തവിട് പൊടിയാട്ടെ. ചിരിക്കടാ ചിരിക്കടാ. പോടാന്നോ? അത് എന്നെയോ? ഇവനൊരു സിംഹമാണല്ലോ. വെറും സിംഹമല്ല, നരസിംഹം. പ്രധാനമന്ത്രി ഈ വല്ലിന്റെ വേല എനിക്കറിയില്ല. ഇനിയിപ്പോ ഊട്ടിപ്പോയി ഇഞ്ചക്ഷൻ എടുക്കണം, പണ്ടാരത്തിന് വിഷം ഉണ്ടാവോ? എന്റെ മോനെ കുട്ടപ്പ അത് മുഴുവൻ പോയി. ഇനി 2-3 സ്ട്രോങ് കൂടെ കൊണ്ടുപോവാ, ഇല്ലെങ്കിലേ ഈ പെരിച്ചാഴി കൊണ്ടന്നെ വിഷം തീർക്കും. ആ തങ്കപ്പെട്ടിരിക്കെ. മുണ്ടാ, എത്ര ദിവസമായി കണ്ടിട്ട്? വെറും മുണ്ടനല്ല, ബ്രോക്കർ ചെന്നിമല മുണ്ടൻ. ചെന്നിമല ആണെങ്കിലും ശബരിമല ആണെങ്കിലും ദേ നീ ഒരു മുണ്ടനല്ലടാ മുണ്ട. ദേ അവനുമായിട്ട് മുണ്ടണ്ട, മുണ്ടൻ പിടിച്ച് കടിക്കും. വല്ലാത്തൊരു കുറുക്കൻ. കുട്ടപ്പ അത് കേട്ടക്ക് ചൊറിഞ്ഞൂട്ടാ. നീ ചൊറിഞ്ഞന്നെ ദേ കാണുന്നത്. അത് നമ്മള് പാലക്കാട്ടുകാരോ ഇതുണ്ടോ? അത് ശരിയാ, പാലക്കാട് കുറുക്കന്മാര് കൂടുതലാ. ദേ ഇരിക്കണ ഒരു കുറുക്കൻ, ദേ ഇരിക്കണ വേറൊരു കുറുക്കൻ, വേറൊരു കുറുക്കൻ. എന്റെ ഈശ്വര, എന്ത് പണിയാ തങ്കപ്പ കാണിച്ചത്? അത് മുഴുവൻ കുടിച്ചു പറ്റിച്ചല്ലോ. കൂട്ടപ്പ ഇത് ഒഴിച്ചാലും കഴിക്കണം, കഴിച്ചാലും ഒഴിക്കണം, അതുകൊണ്ടാ. ആ കൊഴപ്പില്ല, ഞാൻ 5 ലിറ്റർ നിന്റെ പറ്റിലെഴുതിക്കോളാം. പറ്റിലൊന്നും എഴുതണ്ട, എന്നാ കാശ് പിടിച്ചു. കാശ് പിടിച്ചു വേണ്ടാന്ന്. എന്താ കാര്യം? താനൊരു ഗ്ലാസ് അത് തീർന്നൂലേ? ഗ്ലാസ് ഉണ്ടാവും. എടാ ഈ പത്രോസ് എന്ന് പറഞ്ഞ ആരാണ് അയാളുടെ വിചാരം? ആരാ? അയാൾ ഈ നാട്ടിൽ വലിയ കോടീശ്വരനാവും. പക്ഷെ ഈ മുണ്ടിന്റെ മുമ്പിൽ ഒരാഴ്ച മുമ്പ് ഈ പത്രോസിന്റെ കാക്കല് വന്ന് വീണു. ആ കുന്നുമോട്ടം തെക്കേ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന്. അതിനൊരാളെ ശരിയാക്കി കൊണ്ടാൻ ഞാൻ വീണു. നല്ലൊരു പാർട്ടിനെ ഏർപ്പാടാക്കി, അഡ്വാൻസ് വാങ്ങി. നല്ല തങ്കപ്പെട്ട മനുഷ്യന്മാര്. തങ്കപ്പെട്ടനല്ല, തങ്കപ്പെട്ടൻ. നീ പറ. അപ്പൊ തന്നെ ശരിയാക്കി കൊടുത്തു. ആ ശരിയായി കൊടുത്തു. അതെ, നീ വാങ്ങിച്ച കാശ് വേഗം തിരിച്ചു കൊടുത്തു. അതാ നിനക്ക് നല്ലത്. അതെന്തിനാ? അതെന്താന്നോ, അവിടെ വേറെ ആൾക്കാർ താമസം തുടങ്ങി. തമാശ പറയല്ലടാ കുട്ടപ്പ. തമാശ അല്ലടമുണ്ടാ, ഇന്നേക്ക് 3 ദിവസമായി ആ വീടിനെ ഇപ്പോഴാ ഒരു ചന്തം വന്നു. ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ? ഞാനിതെങ്ങനെ മുണ്ടാതിരിക്കും? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അഡ്വാൻസ് വാങ്ങിയ കാശ് മുഴുവൻ ചെലവായി പോയില്ലേ? കൊണ്ടാലറിയാത്ത മുണ്ടന്മാരെ ഇപ്പൊ കണ്ടാ ചൊറിയും.
കൊണ്ടാടങ്ങനെ തന്നെ മോന്ന് ഇടിച്ച് കളിക്കൂട്ട. അല്ലെങ്കിൽ അത് വേണ്ട. അതെ, അറിയാത്ത പുള്ള ചൊറിയുമ്പോ കരയും. ആരെന്നെ ഇവിടെ താമസിക്കണ്? എങ്ങു നിന്നോ ഈ മലയടിവാരം കേറി വന്ന ഒരു പാവം പരദേശിയാണ് അയാൾ. കുട്ടിയും കുടുംബമൊന്നുമില്ല. കണ്ടാലൊരു സാത്താന രൂപം, പക്ഷേ ആ പെരുമാറ്റവും സ്നേഹവും. അപ്പൊ എന്നെ പോലുള്ളവനല്ല. നീ ഏതോ പാലമരത്തിൽ തെറിച്ച് ആണിയെന്ന് ഇറങ്ങി വന്ന പോലെ. ഇയാളങ്ങനെ ഇതാവൂല. ഏയ് അതെ, എന്തൊരു ഐശ്വര്യം, ഐശ്വര്യ റോയെ പോലെ ആയിരിക്കും. എന്ത് തറവാടിത്തം. എന്നെ പോലെ. അതെ. അല്ല, എന്നിട്ട് എവിടെയാള്? അത് നമ്മുടെ രാഘവേട്ടന്റെ ഇരുമ്പാലയിലാണ്. ജീവിത പാതയിലോടിക്കളിക്കുമ്പോൾ നീ പോയ പാതകളോർത്തുവച്ചോ. കല്ലും കരിക്കട്ടയും കടന്നു നീ ഇന്ന് എത്ര ദൂരമെത്തിയെന്നതോർത്തുവച്ചോ. ജീവിത പാതയിലോടിക്കളിക്കുമ്പോൾ നീ പോയ പാതകളോർത്തുവച്ചോ. കല്ലും കരിക്കട്ടയും കടന്നു നീ ഇന്ന് എത്ര ദൂരമെത്തിയെന്നതോർത്തുവച്ചോ. നീ കണ്ട ദൈവങ്ങൾ, നീ കണ്ട സത്വങ്ങൾ നിൻ കണ്ണിലിപ്പോഴും തെളിയുന്നുവോ. മണ്ണും മനുഷ്യനും ചേരുന്ന ഭൂമിയിൽ മേന്മയുള്ളതൊന്നേയുള്ളു, സ്നേഹം മാത്രം. അതും മറന്നു നീ, അതും മറന്നു. പിന്നെന്താ രാധേച്ചി? 1 കിലോ പഞ്ചസാര എടുത്തോളൂ. ആ ചേച്ചി, മോന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ആ, നന്നായി പോണു. ഭാസ്കരേട്ടാ, ഉദയം വന്നങ്ങട്. എവിടേക്കാടാ തിരക്ക് പിടിച്ച് ഉദയനായിട്ട്? പടിഞ്ഞാറക്കണ്ടത്ത് കാളപുട്ടുണ്ട്. ഓൻ വീട്ടിലുണ്ടാവും. പൈസ ഇതാട്ടോ. ഭാസ്കര, ഇതാ ബാമയുടെ മോനല്ലേ? അതെ. ഓ, കുട്ടി അങ്ങ് വലുതായി, കണ്ടാൽ അറിയണില്ലേ? ആ, അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ചേച്ചി അറിഞ്ഞോ? ചേച്ചിയുടെ ഒരു നാട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏ, നിലമ്പൂരുകാരനോ? എന്നിട്ട് എവിടെ ആള്? കുട്ടപ്പാ. ഓ, ധാരാ ഞാൻ പറഞ്ഞ ആള്. ആരാ മനസ്സിലായില്ല? ഇയാളാരെ കുട്ടപ്പ? ഞാനൊരു ബ്രോക്കറാണ്. പേര് ചെന്നിമല മുണ്ടൻ. ഒരു പാൽച്ചായ വേണം. ഇതെന്തോട്ട് ഓടക്കൊള്ളാടാവേ? ഇത് പിടിച്ചു ഊത്. നിന്റെ ഓടക്കൊള്ള ഇതിന് ശബ്ദമില്ല. അങ്ങനെയല്ല ചേട്ടാ, ദാ ഇങ്ങനെ. ശബ്ദമുള്ളത് നീ എടുത്തിട്ട് ശബ്ദമില്ലാത്ത എനിക്കാന്നില്ലേ? ഞാൻ അത്രക്കാരനല്ല. നീ പാത്രക്കാരനായിട്ട് എനിക്കെന്താ? ഞാൻ എത്രക്കാരനാ? നീ ഇങ്ങനെ പിടിക്ക് ചേട്ടാ. അങ്ങനെയല്ല, ദാ ഇങ്ങനെ 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 പിടിച്ചൂത്. ഇങ്ങനെ പിടിച്ചുകൂടാ. ഞാൻ സീഷനാ. ഞാൻ മാമനാടാ. ഏത് മാമൻ? ഏത് മാമനോ? ഞാൻ സുധാരന്റെ മാമനാടാ. ഏത് സുധാരന്റെ മാമനായാലും എനിക്കെന്താ? പിടിക്കടാ. നിന്റെ ഓടക്കൊഴല് കൊടേ അടുപ്പിൽ ഊതടാ. അവന്റെ 5-6 തുളയിട്ടൊരു കമ്പും കൊണ്ട് വന്നിരിക്കുന്നു ഓടക്കൊഴ. ഇയാളിനി ഓടക്കൊഴൽ ഊതാൻ പോവാ? അല്ല, അതിന് ശബ്ദമില്ല കേട്ടോ. അടുപ്പില്ലായിട്ടോ. ഓക്കെ. ആ ചേച്ചി, അതാ ഞാൻ പറഞ്ഞ ആള്. ദാ ആ ഓടക്കോയിൽ വായിക്കുന്ന ആള്.
എനിക്കറിയായിരുന്നു രാഘവേട്ട, എത്ര ഓടി ഒളിച്ചാലും ഒടുവിലെത്തിച്ചേരുന്നത് അവളുടെ മുന്നിലായിരിക്കുമെന്ന്. രാഘവേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞതെല്ലാം അതോടെ അവസാനിച്ച് ഭൂതകാലമല്ല, എന്നെ വിടാതെ പിന്തുടർന്ന കഷ്ടകാലം. പോണം രാഘവേട്ട, ഇവിടെ നിങ്ങോട്ടെങ്കിലും പോണം. നീ ഇങ്ങനെ നിലവിട്ട് പെരുമാറി എങ്ങനെയാ? സംഭവിച്ചതൊരു കയ്യബദ്ധമായിരുന്നു, അവളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ എന്തെങ്കിലും ഒളിച്ചോടാൻ പറ്റുമോ? പറ്റണം. ഓടി ഓടി താഴ്ന്നു വീഴുന്നതുവരെ ഒളിച്ചോടണം. അല്ലാതെ അവളെ ബോധ്യപ്പെടുത്താനോ നേരിടാനോ എനിക്കാവില്ല. എന്താ നന്ദാ നീ ഇങ്ങനെ? നിങ്ങൾക്കറിയില്ല അവൾക്ക് എന്നോടുള്ള പക എത്രയായിരിക്കുമെന്ന്. അവളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ചിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അവളുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. നന്ദ, ചേച്ചിയെ നെല്ലിക്കര തറവാടിലെ അടുക്കളക്കാരി എത്തി. ഇനിയിപ്പൊ തുടങ്ങും പയ്യാരം പറിച്ചില്ല. അതുകൊണ്ട് വേഗം ചെവിയിൽ ഇത്തിരി പഞ്ഞി വെച്ചോ. എന്താ അമ്മ ഒരു വയ്യായ്ക പോലെ? ആ ശ്വാസമുട്ടല് പിന്നെയും തുടങ്ങിയോ? അതെങ്ങനെയാ? മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്ന് പറഞ്ഞാ കേക്കില്ലാലോ. നീ ഒരുപാടൊന്നും അമ്മയെ ക്രോസ് ചെയ്യണ്ട. ഒന്ന് കടയിൽ പോകാൻ പറഞ്ഞ പോലും നീ അനുസരിക്കുവോ? ചേച്ചി അനുസരിക്കോ? വയ്യായിക അധികം ഉണ്ടെങ്കിൽ അമ്മേ നമുക്ക് ആശുപത്രി പോവാം. വേണ്ട. പിന്നെന്തെങ്കിലും വല്ലാണ്ടിരിക്കണേ? അമ്മയുടെ നിലമ്പൂരിലെ തറവാട്ട് വീടിനെ കുറിച്ച് അമ്മ പറയുമ്പോ ആ കൂട്ടത്തില് നിങ്ങൾക്കുണ്ടാകുമായിരുന്നൊരു വല്യമ്മയെ കുറിച്ചും പറയാറില്ലേ? പെടുമരണം അടഞ്ഞു പോയൊരു വല്യമ്മയെ കുറിച്ച്. ആരോ കൊലപ്പെടുത്തിയൊരു വല്യമാമയല്ലേ? പലപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ കൊലപാതകി ആരാണെന്ന്. ആരാ? അയാളെ, ആ കൊലപാതകിയെ അമ്മ ഇന്ന് കണ്ടു. തീർത്ഥം
രാധേ ഇന്ന് നല്ല ഫോമലാണല്ലോ. ആ പൊന്നുംകുടത്തിന് പൊട്ട് വേണ്ടല്ലോ. അയ്യടാ ഒരു പൊന്നും കൂടം. അച്ഛാ ഞാൻ പറയാറില്ലേ കലോത്സവത്തിന് ഇപ്രാവശ്യം മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് വാങ്ങിച്ച രാധ. ഓ ദിവ്യ പറയാറുണ്ട്. ആ എക്സാം ഒക്കെ ആയില്ലേ? ആ മോള് വരട്ടോ. അല്ലടി നീ വലുതും പഠിച്ചോ? എവിടെ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നത്. പുള്ളിയുടെ ഒരു റെക്കമെൻഡ് ഉണ്ടെങ്കിലേ അത് നല്ലതല്ലേ. ശരി ശരി. ആഹാ നല്ല ആളാ ഇവിടെ വന്നിരിക്ക. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്താ കാര്യം? എന്താ കാര്യന്നോ? ഇന്നെനിക്ക് എക്സാം അല്ലേ. ഞാനൊന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം നന്നായി പഠിക്കണം. ഓ ഇയാൾക്കൊരു പുഷ്പാഞ്ജലി കഴിച്ചു വിട്ടോ. നമുക്ക് പിന്നെ ആ പതിവൊന്നും ഇല്ലല്ലോ. എനിക്ക് അമ്പലത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണൻ എന്റെ കൂടെയാടോ. ആ എന്തായി ഗൾഫിൽ പോണ കാര്യം? ഒരുപാട് ആശകളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ടു കിടക്കുന്നതാണ് ഞാൻ. സത്യം പറയാലോ, എനിക്ക് ഈ നാട് വിട്ടു പോകാൻ തോന്നണില്ല രാധേ. ഒന്ന് നോക്കുമ്പോ ഇവിടെയാ സുഖം. എനിക്കിവിടെ എന്താ ഒരു കുറവ്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും സ്നേഹം തരാൻ നീയുണ്ട്. ഞാൻ എങ്ങോട്ടും പോണില്ല. അതെ, എനിക്ക് കഥ കേട്ടിരിക്കാൻ സമയമില്ല. ഞാൻ പോണു. അതെ, എന്നെ ഒന്ന് കൊണ്ടാക്കുവോ? എന്നെ ഒന്ന് കൊണ്ടുവിടുവോന്ന്? ഇല്ല കേട്ടോ, എനിക്ക് വേറെ പണിയുണ്ടേ. ഓ വലിയ ഡിമാൻഡ് ഒന്നും വേണ്ട. എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ. ആ കുറച്ചൊക്കെ ഡിമാൻഡാ. എനിക്ക് വേറെ പണിയുള്ളതുകൊണ്ടാ. മനസ്സിലായി മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. ഗൾഫിലൊക്കെ പോയി വലിയ ആളാകുമ്പോ ഡിമാൻഡ് കൂടി എന്നെ ഇതുപോലെ ഒഴിവാക്കാനല്ലേ? അതെ, കുറച്ചുകൂടി നന്നായി കരയാൻ പഠിക്കും. വാടിങ്ങട്. മനസ്സിലുണ്ടൊരു പെണ്ണ്, ഒരു തൊട്ടാൽ വാടും പെണ്ണ്, പതുക്കെ നുള്ളി രസിക്കാൻ ഒരു കിന്നാരത്തെ കൂട്. തേന്മാവിൻ തണലത്ത് കൈതപ്പൂങ്കാറ്റത്ത് നാടത്തിൻ തട്ടമണിഞ്ഞൊരു സുന്ദരിമാനേ. ലൈലേ ലൈലേ നീ എന്റെ കിനാവിലെ മുത്താണ്. ലൈലേ ലൈലേ നീ പത്തരമാറ്റിൻ പൊന്നാണ്. കൽവിലെ മോഹമാണ് നീ, എന്നുമെൻ ജീവനാണ് നീ. അമ്മേ, നമ്മുടെ മൂച്ചുതൊടി അങ്ങോട്ട് വിറ്റാലോ? ഇപ്പോഴാണെങ്കിൽ നല്ല വില കിട്ടും. ദേ നീ ഒന്നും മിണ്ടാതിരുന്നേ. അച്ഛൻ അറിഞ്ഞ അത് മതി. അച്ഛന്റെ ജീവനാ അത്. അച്ഛനെന്താ മൂച്ചോട്ടി കിടന്ന് ചാവാൻ പോണേ? ജീവനാണ് പോലും. ആയിക്കോട്ടെ, അച്ഛനത് ജീവനാണേല് ആ ജാഫറിനോട് നമുക്കൊരു ഡബിൾ വാങ്ങാലോ. ആ മൊട്ടൻ പറമ്പുകള് ഇങ്ങനത്തെ പറമ്പുകളിലാ അപ്പൊ ഫ്ലാറ്റ് പൊങ്ങണേ. നമ്മുടെ രാധയുടെ കല്യാണം അതെന്റെ സ്വപ്നമാണ് അമ്മ. ഒന്നും മിണ്ടാതിരിയടാ. അവന്റെ ഓരോ പുതിയ പുതിയ ഐഡിയകള്. ആ നല്ലത് പറഞ്ഞാൽ അച്ഛനും ചേരുന്ന് പണ്ടേ എനിക്കറിയാം. അതെ, നാളെ വൈകുന്നേരം പുല്ലാനിക്കുന്നിൽ വെച്ച് കാണാട്ടോ. എന്താ മോൾ ഇത്ര വൈകിയത്? ഒന്നുമില്ലേട്ടാ.
നമ്മുടെ നന്ദനെ കണ്ടോ ആ ചെമ്പിള്ളിക്കരയിലെ? കാലത്ത് കവലെന്ന് കണ്ടിരുന്നു. കൃഷ്ണേട്ടാ, ആ ചെമ്പുള്ളിക്കരയിലെ നന്ദനെങ്ങാൻ ഈ വഴി വരുന്ന കണ്ടോ? ആ അമ്പലപ്പറമ്പ് പിള്ളേരെ കൊട്ടു പഠിപ്പിക്കണ്ടാവും. ആ ആഹാ, ഇതാര്? രഞ്ജിത്തേട്ടനോ? അതേടാ, വേറെ രഞ്ജിത്തല്ല, രഞ്ജിത്ത് കിഷോർ. ആഹാ, അത് ശരി. അപ്പൊ കിഷോറുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ ഇരിപ്പിലൊരു ഇടി തന്നാ നീ അപ്പുറത്തേക്ക് മറഞ്ഞു പോവും. ഞാനത് ചെയ്യുന്നില്ല. എന്ത് കണ്ടിട്ടടാ നീ എന്റെ പെങ്ങളുടെ പുറകെ നടക്കുന്നത്? അവളുടെ ഏഴായാലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ട് നിനക്ക്. ഈ നാട് കാണാത്ത ഏറ്റവും വലിയ ആളായിരിക്കും അവളെ കല്യാണം കഴിക്കുക. അല്ലാതെ ചെമ്പുള്ളിക്കരയിലെ മാരാമാർക്കൊന്നും അവളെ കാണാൻ വിടില്ല ഞാൻ. നിന്റെ ഈ വണ്ടിയുടെ പുറകിലിരിക്കാൻ ഈ നാട്ടിൽ തന്നെ ഒരുപാട് പെമ്പിള്ളേര് കാണും. പക്ഷെ അതുപോലെ എന്റെ പെങ്ങളെ കരുതാനുണ്ടോ കയ്യും കാലും വെട്ടിയെടുക്കും ഞാൻ. ഒന്നും വേണ്ടടാ. നീയേ ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിലേ ഇനിയൊന്നും അവളെ പോയി കാണാം. ഏയ് രഞ്ജിത്തേട്ടാ, ഞാനേ ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞവനാ. മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ ഏട്ടന്മാരും വന്ന് എന്നോട് എന്റെ പെങ്ങളെ നോക്കണ്ട, എന്റെ പെങ്ങളെ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ എനിക്കൊരു പെണ്ണ് വേണ്ടേ? വേണ്ട രഞ്ജിത്തേട്ടാ, ഞാനൊന്ന് അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ഞാൻ രാധയെ സ്നേഹിക്കുന്നതേ ആത്മാർത്ഥമായിട്ട്. അത് ആരെ കൊണ്ടും തകർക്കാൻ കഴിയില്ല. പിന്നെ രഞ്ജിത്തേട്ടനോട് എനിക്കൊരു മതിപ്പും ബഹുമാനമുണ്ട്. അതങ്ങനെ തന്നെ നിർത്തിക്കൂടെ? ശ്രുതിയായി ലയിക്കുമേ സ്വരരാഗ തന്ത്രിയിലൊരു സ്വപ്നദളമായി നീ വിടരുമെങ്കിൽ മൗനമായി എന്നും ഞാൻ പാടിയേനെ. ശോ, എത്ര നേരമായി എന്റെ കൃഷ്ണ ഈ രാധ കാത്തിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെട്ടൂടെ? ഏയ് ഏയ്, എന്താ അങ്ങനെ നോക്കണേ? ഞാൻ ഈ കാണുന്ന സത്യമാണോ?
സോറിടാ, ഞാനപ്പം വൈകിപ്പോയില്ലേ? ഏയ്, എന്താ ഇത്? ഞാൻ സോറി പറഞ്ഞില്ലേ? ഓ, അറിയണം നിനക്ക്. ചെമ്പുള്ളിക്കരയിലെ അപ്പൂട്ടന്മാരുടെ ഇളയ മകൻ നന്ദന് ഗൾഫിലേക്ക് പോകാൻ വിസ വന്നുട്ടോ. ഈശ്വര, അപ്പൊ എന്നാ പോണ്ടേ? മിക്കവാറും ഈ ആഴ്ച തന്നെ പോണം. എനിക്കാണെങ്കിൽ സത്യത്തിൽ പേടിയാവണു രാധേ. എന്തിനാ വെറുതെ പേടിക്കണേ? ഗൾഫിലൊക്കെ പോയി വന്നാ പിന്നെ നന്ദേട്ടൻ ആരാ? രാജാവല്ലേ? ആ രാജാവിന് കൊട്ടാരം വേണം, കൂടെ നടക്കാൻ ഒരു രാജ്ഞി വേണം, പിന്നെ അയ്യേ, ഏയ് എന്തിനാ വെറുതെ സങ്കടപ്പെടണേ? ഞാൻ ഗൾഫിൽ പോയാലേ രാധ എന്നെ മറക്കില്ലേ? ചേച്ചേ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കറിയാൻ രാധേ, എന്റെ മനസ്സ് പറയണു നിന്നെ എനിക്ക് നഷ്ടാവുന്നു. നന്ദേട്ടാ, നമുക്ക് നമ്മുടെ കൃഷ്ണനുണ്ട്. കൂടുതലൊന്നും ഓർക്കണ്ട. വാ, നമുക്ക് പോവാം. ദീപം ദീപം ദീപം. എന്താ കിട്ടൂലേ? എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടായിരിക്കും. ഏയ്, ചിലപ്പോൾ അങ്ങനെയാ. എത്ര ശ്രദ്ധിച്ച് കാറ്റിന്ന് മറച്ചു പിടിച്ചാലും ചില തിരികൾ അങ്ങോട്ട് അണഞ്ഞു പോകും. ഞാൻ പോയി കൊളുത്തിയിട്ട് വരാം. ഏയ് വേണ്ട, തീ അണഞ്ഞ തിരി ജീവൻ പോയ ശരീരം പോലെയാ. അത് പിന്നെ തെളിച്ചിട്ട് ഫലമില്ല. ഏട്ടൻ ഈ സന്ധ്യാനേരത്തെ എന്തൊക്കെ വിടുവായിട്ടായി പറയണേ? സന്ധ്യാനേരത്തെ വിളക്ക് കൊടുത്തായിരിക്കാൻ പറ്റുമോ? ഓരോ വിളക്കിനും ഓരോ ബാവാകുട്ടി. ത്രിസന്ധിക്ക് ഉമ്മറത്ത് കൊളുത്തി വെക്കുമ്പോ അതൊരു ശ്രീ വിളക്ക്. കാഴ്ചയ്ക്ക് വേണ്ടി അകത്ത് കൊളുത്തി വെക്കുമ്പോ അത് വെറൊരു വിളക്ക്. മരിച്ചവന്റെ തലഭാഗത്ത് വെക്കുമ്പോ അതെല്ലാ ശ്രീയും കെട്ടൊരു സങ്കട വിളക്ക്. ഏട്ടൻ ഇങ്ങനൊന്നും പറയല്ലേ, കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവണു. മോൾ എന്തിനാ പേടിക്കണേ? ഈ ഏട്ടനുള്ളപ്പോ മോൾ ഒന്നിനും പേടിക്കണ്ട. മോൾക്ക് വേണ്ടിയാ ഈ ഏട്ടന്റെ ജീവിതം. എന്തായാലും നിങ്ങളുടെ പദ്ധതി വിജയിച്ചല്ലോ. എന്നെ പറഞ്ഞേക്കേ, നാട്ടിൽ നിന്നും എനിക്കിഷ്ടമുള്ള എൻ്റെ അമ്മ അടക്കമുള്ളവരുടെ മനസ്സിൽ നിന്ന് വരെ ഇന്ന നാട് കടത്ത്. അസലായി. എല്ലാം നിന്റെ ഭാവിക്ക് വേണ്ടിയല്ലടാ. 2-3 കൊല്ലം അവിടെ ജോലി ചെയ്ത് നീ തിരിച്ചു വരണത് ഇവിടേക്ക് തന്നെയല്ലേ? നാട് വിട്ടു പോയാ പിന്നെ നീ ഞങ്ങളുടെ മനസ്സിലുണ്ടാവില്ല എന്നാ നിന്റെ വിചാരം? ഓ, വലിയ സങ്കടമൊന്നും കാണിക്കണ്ട. അത്രയ്ക്ക് സങ്കടമുള്ള അമ്മയാണെങ്കിലേ എന്നെ പറഞ്ഞേക്കോ. എടാ, എന്താടാ നീ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏട്ടനൊരു അക്ഷരം ഇടരുത്. ഈ നാടുകടത്തൽ പദ്ധതിയുടെ സൂത്രധാരൻ ഏട്ടനാണെന്ന് എനിക്കറിയാം. ഒരു തൊഴിലായും ഉപാസനയായും കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ മേളം പഠിപ്പിച്ചത്. ഇനി എന്തിനാ മേളം? ദുബായിൽ വേലയും പൂരമൊന്നുമില്ലല്ലോ, ശിവേലി എഴുന്നള്ളപ്പുമില്ല. പിന്നെ പേരെടുത്ത മേളക്കാർക്ക് വരെ ഇവിടെ ജീവിക്കാൻ പറ്റണില്ല. പിന്നെയാണ് ചെണ്ടയുടെ ഇടന്തലയും വലന്തലയും തിരിച്ചറിയാത്ത നിന്റെ കാര്യം. ഓ, പിന്നെ ഗൾഫിൽ പോയിട്ടാണല്ലോ ഞാൻ ഇന്ത്യയിലെ 3ാമത്തെ പണക്കാരനാവാൻ പോകുന്നത്. അമ്മ കേട്ടില്ലേത്? എന്താ മോനെ ഇത്? നാട് കടത്താനുള്ള പെട്ടിയും പ്രമാണങ്ങളൊക്കെ അമ്മ ഏട്ടനും കൂടെ ഒരുക്കിയാൽ മതി. സഹായത്തിന് വേണമെങ്കിൽ അച്ഛനും കൂട്ടിക്കോ. ഞാൻ എൻ്റെ പയ്യന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പോണേൽ നിങ്ങൾക്കില്ലെങ്കിലും അവർക്കുണ്ട് വിഷമം. അതല്ലടാ. ഏട്ടനൊന്നും പറയണ്ട, പോക്കുറച്ചല്ലോ. പോകാൻ മനസ്സുകൊണ്ട് ഞാനും തീരുമാനിച്ചു. ഇനി എന്തിനാ ഒരു സംസാരം? ഈ നാട് വിട്ടു പോണേല് എന്റെ കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അമ്മ നോക്കിക്കോ, 3 കൊല്ലം അവൻ അവിടെ നിൽക്കട്ടെ, സമ്പാദിച്ച് തിരിച്ചു വരട്ടെ.
ഈ പറഞ്ഞതൊക്കെ അമ്മ മാറ്റി പറയും. ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. എന്താ രഞ്ജിത്തേട്ട കാര്യം? കാര്യൊന്നുമില്ല. നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? രഞ്ജിത്തേട്ട ഒരല്പം നേരം മനസ്സ് വഴിമാറിപ്പോയി വേണോട്ടാ. മറക്കാൻ കൊതിച്ച ഓർമ്മകള് വീണ്ടും അറിയാതെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ ഞാനും അറിയാതെ മാപ്പ്. എല്ലാത്തിനും സാക്ഷിയായിട്ട് നീയുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ. അത് മതി എനിക്ക്, അത് മാത്രം മതി. മിഴികളിൽ ചുടുനനവുമായി പാടാം ഞാനീ ഗാനം. മിഴികളിൽ ചുടുനനവുമായി പാടാം ഞാനീ ഗാനം. കണ്ണിൽ നിന്റെ മുഖമാണ്, കാതിൽ നിന്റെ സ്വരമാണ്, കരളുള്ളിൽ കുളിരായി ഫാത്തിമ. എന്റെ കനവും നീ, നിനവും നീയെ, ചിരിയും നീ, ഒളിവും നീയെ, മുഹബത്തിനൊളി പൂത്തൊരു മൊഞ്ചത്തി. മറന്നോ നീ എന്നെ, മറക്കാമോ എന്നെ, മറക്കില്ല നിന്നെ.
പെണ്ണേ മുഹബത്തിൻ വാനിൽ പറന്നു വെള്ളിക്കൊലുസിൻ കിന്നാരം പുള്ളിക്കുയിലിൻ സ്വരരാഗം വെള്ളാമ്പൽ പൂച്ചിരിയോ ഹായ് മധുരിതം പോവുകയാണല്ലേ? പാപി ചെല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. പാപിയാണ് നീ, ഇത് പാതാളം. ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിനക്ക്. സമ്മതിക്കില്ല ഞാൻ. എന്റെ അമ്മാവനെ കൊന്ന കാലനാണ് നീ. എന്റെ അമ്മയുടെ ജീവിതം കൊണ്ട് കളിച്ച നീചനാണ് നീ. നിന്നെ ഞാൻ അനന്ത അവിടെ എന്താണ് നീ കാണിക്കുന്നത്? ഇങ്ങോട്ട് വിട്, മാറി നിൽക്കണം. കുട്ടപ്പേട്ടത്തിൽ ഇടപെടരുത്. ഞാൻ കേട്ട കഥയിലെ നീചനാണ് ഇവൻ. കൊച്ചുനാൾ മുതലേ കേൾക്കാൻ തുടങ്ങിയതാ ഇവന്റെ കഥ. നട്ടപ്പാതിരക്ക് എന്റെ അമ്മാവനെ നിസാരമായി കൊന്നു തള്ളിയവനാണിവൻ. ഇവനെ ഞാൻ വിടില്ല. നീയൊക്കെ എന്തറിഞ്ഞിട്ടാ ഇയാളെ എങ്ങനെ ദ്രോഹിക്കണ? ഈ മനുഷ്യൻ ചുമന്നു നടക്കണ ഭാരത്തിന്റെ കാഠിന്യം നിനക്കറിയോ? അറിയാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? അറിയാനുള്ള മനസ്സ് നിനക്കുണ്ടോ? നീയൊന്നും മിണ്ടരുതെന്നാ മോനെ. നിന്നെ പോലെ സിരകളിൽ ചോര തിരക്കണ പ്രായമുണ്ടായിരുന്നു ഇയാൾക്ക്. പക്ഷെ ആ ചെറുപ്രായത്തില് ക്ഷമയുടെയും സഹനത്തിന്റെയും വെളിച്ചമുള്ള ലോകത്തിലേക്ക് പോകാൻ ഒരു നിമിഷത്തെ എടുത്തുചാട്ടം ഇയാളെ അനുവദിച്ചില്ല. നിങ്ങളെയൊക്കെ പോലെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മനുഷ്യന്. അതൊക്കെ തകർന്നത് കേവലം നിമിഷം കൊണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും എൻ്റെ ചെമ്പുള്ളിക്കരയിലുള്ള വീടും നാടും എന്തിന് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എൻ്റെ എല്ലാമായ എല്ലാം എനിക്ക് നഷ്ടമായി. ചെമ്പുള്ളിക്കരയിലെ മാരാന്മാരുടെ മാനം കളഞ്ഞവനാ ഞാൻ. മരവിച്ച മനസ്സുമായി ഇനി ആ നാട്ടിലേക്ക് പോകാൻ എനിക്ക് വയ്യ. നന്ദ, ജീവിതം ഒരു ചില്ല് ഗ്ലാസ് പോലെയാണ്. അതിൽ വെള്ളം നിറഞ്ഞിരുന്ന കാണാൻ നല്ല രസ. ഏതെങ്കിലും ഒരു ദിവസത്തെ, ഒരു മണിക്കൂറിലെ ഒരു സെക്കൻഡ് മതി അത് വീണ് പൊട്ടാൻ. ഇവിടെ നിന്ന് നീ പോകുന്നതിന് മുമ്പ് ആരുടെ മുന്നിലാണോ നീ സ്വയം മനസ്സ് തുറക്കണമെന്ന് ഏറെ ആശിച്ചത്, അവരുടെ മുന്നിൽ, നിന്റെ പഴയ രാധയുടെ മുന്നിൽ, ഈ നിൽക്കുന്ന അനന്തൻ്റെ അമ്മയുടെ മുന്നിൽ നീ നിൽക്കണം. നിന്റെ സങ്കടങ്ങൾ ഏറ്റുപറയണം. ഇനിയുള്ള നിന്റെ നീണ്ട യാത്രയ്ക്ക് മുമ്പുള്ള ഒരു മുന്നൊരുക്കമാവട്ടെ ആ ഏറ്റുപറച്ചില്. അതിനായി വിളിപ്പിക്കാം നിന്റെ മുന്നിലേക്ക് നെല്ലിക്കര തറവാട്ടിലെ രാധയെ. നമ്മൾ ഒരുമിച്ചിരുന്ന സന്ധ്യകൾക്കൊടുവിൽ പുല്ലാനിക്കുന്നിറങ്ങാൻ മനസ്സ് മടി കാണിച്ചിരുന്നത് പിരിയാനുള്ള വിഷമം കൊണ്ടായിരുന്നു. എന്നും ജീവിതാവസാനത്തോളം ഒരുമിച്ചിരിക്കണം എന്നുള്ള മോഹം കൊണ്ട്. എന്നിട്ടും ദീർഘമായൊരു വേർപിരിയലിൻ്റെ ഗൾഫ് യാത്രയ്ക്ക് ഞാൻ തയ്യാറായി. മനസ്സില്ലാ മനസ്സോടെ, വേദനയോടെ. പക്ഷേ അപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ രാധയെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ മാരാച്ചെറുക്കൻ്റെ എല്ലാ ജീവിത താളവും അവിടെ പിഴയ്ക്കാൻ തുടങ്ങുകയായിരുന്നു.
ഇനി നീ ഒന്ന് അവളെ പോയി കാണടാ. രാധ എനിക്ക് ജീവനാടാ. ഇനി നീ അവളെ കാണുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെമ്പുള്ളിക്കാരിലെ മാരാമാർക്കൊന്നും അത്രയ്ക്ക് ആണത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അത് തീർക്കാനും എനിക്കറിയാം. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ എന്നെ രഞ്ജിത്തേട്ടൻ തള്ളിയത്. ആ എന്റെ മുഖം വികൃതമാക്കിയില്ലേ? ഇതിലും ഭേദം നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നു. ചെണ്ടകൾ കൊണ്ട് പേരുകൾ പറയിക്കുന്ന ചെമ്പുള്ളിക്കരയിലേക്ക് ഇനി ഞാൻ എങ്ങനെ പോവാ? ഞാൻ ഗൾഫിൽ പോയി വരുന്ന സ്വപ്നം കണ്ടിരിക്കുന്ന എന്റെ വീട്ടുകാരുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെയാ പോവാ? എന്റെ രാധയുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെയാ പോവാ? അവളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെയാ നോക്കുക? കൊല്ല രഞ്ജിത്തേട്ടാ, എനിക്കിത് ജീവിക്കണ്ട. എന്നെ കൊല്ല രഞ്ജിത്തേട്ടാ, കൊല്ലടാ. രഞ്ജിത്തേട്ടാ, രഞ്ജിത്തേട്ടാ. അതൊരു കൈപ്പിഴയായിരുന്നു എന്ന് പറഞ്ഞൊഴിയാൻ എനിക്കാവില്ല. ഈ കഴിവ് തന്നെയാണ് രഞ്ജിത്തേട്ടനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. 13 വർഷത്തെ ജയിൽവാസം ഒരു വലിയ ശിക്ഷയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ വെറുപ്പോടെയുള്ള നിന്റെ ഒരു നോട്ടം പോലും നേരിടാൻ എനിക്കാവുമായിരുന്നില്ല. അതുകൊണ്ടാ ജീവിതത്തിൽ പുല്ലാനിക്കുന്നിലെ നല്ല ഓർമ്മകൾ മാത്രം മതിയെന്ന് കരുതി ഒളിച്ചോടിയത്. എന്നിട്ടും ഇതാ വീണ്ടും നിന്റെ മുന്നിൽ. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിൽ ആശ്വാസം തോന്നുക. പറയുന്നത് എന്തോ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ കുറെ ശാപവാക്കുകൾ എന്തിനായിരുന്നു, എന്നിട്ട് എന്ത് നേടി തുടങ്ങിയ കുറെ ചോദ്യങ്ങൾ അതേ ബാക്കിയുള്ളൂ. പക്ഷേ അതിലേറെ എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു. നിന്റെ ഈ കണ്ണീര്. പറഞ്ഞോളൂ, നിന്റെ ഏട്ടനെ കൊന്നവനിതാ നിന്റെ മുന്നിൽ. ഇത്ര നാളും മനസ്സിൽ കരുതിയ ശാപവാക്കുകൾ മുഴുവൻ പറഞ്ഞോളൂ രാധ. എങ്കിലെല്ലാം പൂർത്തിയായെന്ന സമാധാനത്തോടെ എനിക്ക് കുന്നിറങ്ങാലോ. പറയൂ രാധേ, ഇനിയൊരു കുത്തുവാക്കിനും എന്നെ നോവിക്കാനാവില്ല. ഞാൻ പോട്ടെ. എന്റെ കുട്ടികൾ എന്നെ കാണാതെ വിഷമിക്കും. എന്റെ സാന്നിധ്യം പോലും രാധയ്ക്ക് അലോസരം ഉണ്ടാക്കുന്നല്ലേ? അത്രയ്ക്ക് ഉറപ്പാണല്ലേ എന്നോട്? വെറുക്കാൻ, വെറുത്തങ്ങനെ മറക്കാൻ കഴിയാൻ മുമ്പ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ വേണുവേട്ടന്റെ നല്ല ഭാര്യയായിട്ട്, എന്റെ കുട്ടികൾക്ക് നല്ലൊരമ്മയായി ജീവിക്കാനായി വേണ്ടിയിട്ട്. പക്ഷേ അന്നും കഴിഞ്ഞില്ല വെറുക്കാൻ. എനിക്കിപ്പോ വിധിയും വാർദ്ധക്യവും ഒരുപാട് തോൽപ്പിച്ചു കഴിഞ്ഞ നന്ദേട്ടനെ വെറുക്കാനാവുമെന്ന് തോന്നുന്നുണ്ടോ? പുല്ലാനിക്കുന്നിലെ സന്ധികൾ
എന്റെയും സ്വകാര്യമായ സമ്പാദ്യമാണെന്ന് നന്ദേട്ടൻ എന്താ ഓർക്കഞ്ഞേ? നന്ദേട്ടൻ കൊലപാതകയായതും ജയിലിൽ കിടന്നതും എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് അറിയാവുന്ന എനിക്ക് നന്ദേട്ടനോട് പൊറുക്കാതിരിക്കാനാവോ? ഞാൻ പ്രതി നന്ദേട്ടൻ ജയിലിൽ കിടന്ന് നരകിച്ചപ്പോ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഞാൻ എൻ്റെ ജീവിതം സുരക്ഷിതമാക്കി. ഏയ്, അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കാഞ്ഞത് നന്നായി. മിടുക്കനാ നിന്റെ മോൻ, നല്ല കൈക്കരുത്ത്. അവനാ മൂത്തതല്ലേ? പിന്നെ ആകെ 2 പെൺമക്കളാ. നന്ദേട്ടൻ ഇല്ല, വിവാഹം കഴിച്ചില്ല. അതൊരു ത്യാഗമൊന്നുമല്ല, പ്രാപ്തിയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മനസ്സിലെ പെണ്ണിനെ പിരിയാനാവില്ലെന്ന പിടിവാശി, ചിലപ്പോ വിട്ടിത്തോ ആവാം. നന്ദേട്ടനെ കാണണ്ടേ എന്റെ മക്കളെ? ഇനി വേണ്ട, അവരുടെ മുഖം സങ്കല്പിച്ചെടുക്കാനാ എനിക്കിഷ്ടം. ഇന്ന് ഞാനീ നാട് വിടും. നീയും നിന്റെ മക്കളും അടങ്ങുന്ന ജീവിതത്തിലേക്ക് നീയും മടങ്ങും. ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടായെന്ന് വരില്ല. നന്ദേട്ടനെ പോവാതിരുന്നൂടെ? പോണം. തകർന്നു പോയൊരു പ്രണയത്തിന്റെ സ്മാരകങ്ങൾ എന്ന പോലെ നമുക്ക് പരസ്പരം നോക്കി നടുവേർപ്പെടാൻ വേണ്ടി ഞാനവിടെ നിന്നൂടാ. എന്റെ ഓർമ്മയിലെ രാധയുടെ മുടിയിഴകൾ ഒരിക്കലും ഇതുപോലെ നരവീഴില്ല. കണ്ണുകളിലെ തിളക്കം ഒരിക്കലും മായില്ല. എന്റെ മനസ്സിലെ പുല്ലാനിക്കുന്നിലെന്നും നിറവസന്തമായിരിക്കും. ആദ്യമേ ഈ കുന്നിറങ്ങുന്നത് ഞാനായിരിക്കണം. ഞാൻ കണ്ണിൽ നിന്ന് മറയുവോളം നീ നോക്കി നിൽക്കണം. ഇനിയുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് പുറകിൽ എനിക്ക് പ്രിയപ്പെട്ടവൾ ഒരുത്തി നോക്കി നിൽക്കുന്നു എന്നൊരു ഓർമ്മ മനസ്സിലുണ്ടാവണം. അതിന് എന്റെ രാധയ്ക്കും കുട്ടികൾക്കും നല്ലതേ ഒരു ദുഃഖം കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ നീയുലഞ്ഞ രാത്രികളിൽ ഉതിർത്തു സ്നേഹത്തിൻ കണ്ണീർ മഴ, പ്രണയത്തിൻ പൂന്തേൻ മഴ. ദുഃഖം കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ നീയുലഞ്ഞ രാത്രികളിൽ ഉതിർത്തു സ്നേഹത്തിൻ കണ്ണീർ മഴ, പ്രണയത്തിൻ പൂന്തേൻ മഴ. രാവിൽ നിശബ്ദമായി പകലിൽ വിഷാദമായി, രാവിൽ നിശബ്ദമായി പകലിൽ വിഷാദമായി.